مالك يوم الدين. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയിലെ മാലിക് യൗമുദ്ദീൻ എന്ന ആയത്താണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചത്. ഇതേ ആയത്തിന്റെ സ്വഹീഹായ രൂപത്തിലുള്ള മറ്റൊരു പാരായണമാണ് മലിക് യൗമുദ്ദീൻ. മാലിക് എന്ന അള്ളാഹുവിന്റെ നാമത്തിന് മലിക് എന്ന രൂപത്തിലുമുള്ള പാരായണം സ്വഹീഹായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ആ മലിക് എന്ന അൽ മലിക് എന്ന നാമം അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. മലിക് യൗമുദ്ദീൻ എന്ന പാരായണം അത് നമ്മൾ എടുക്കുകയാണ് എങ്കിൽ അതിന്റെ ഈ ആയത്തിന്റെ അർത്ഥം പ്രതിഫല ദിവസത്തിന്റെ രാജാവ് എന്നായിരിക്കും. ഇവിടെ അൽ മലിക് രാജാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ഉടമസ്ഥതയിൽ ശാസനാധികാരമുള്ളവനാണ് അൽ മലിക് എന്നതാണ്. അള്ളാഹുവിന്റെ പടപ്പുകളിൽ കൽപ്പന നൽകിക്കൊണ്ടും അതുപോലെ തന്നെ വിരോധിച്ചുകൊണ്ടും കൈകാര്യ കർത്തൃത്വം നിർവഹിക്കുന്നവനാണ് അൽ മലിക്കായ അള്ളാഹു എന്നതാണ്. അൽ മാലിക് എന്ന നാമത്തിനും അൽ മലിക് എന്ന നാമത്തിനും ഇടയിൽ വ്യത്യാസമുണർത്തിക്കൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബദായിഉൽ ഫവായിദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, തന്റെ പ്രവൃത്തിയിലൂടെ കൈകാര്യ കർത്തൃത്വം നിർവഹിക്കുന്നവനാണ് അൽ മാലിക്. തന്റെ പ്രവൃത്തിയിലൂടെയും ശാസനയിലൂടെയും കൈകാര്യം ചെയ്യുന്നവനാണ് അൽ മലിക്. എങ്ങനെ? അള്ളാഹുവിന്റെ പ്രവൃത്തിയിലൂടെ കൈകാര്യ കർത്തൃത്വം നിർവഹിക്കുന്നവനാണ് അൽ മാലിക്. എന്നാൽ അള്ളാഹുവിന്റെ പ്രവൃത്തിയിലൂടെയും ശാസനയിലൂടെയും കൈകാര്യം ചെയ്യുന്നവനാണ് അൽ മലിക് എന്ന് പണ്ഡിതന്മാർ ഉണർത്തുകയാണ്. മറ്റാരെയും ആവശ്യമില്ലാത്ത ധന്യനും എല്ലാവരും ആശ്രയിക്കുന്നവനുമാണ് അൽ മലിക്കായ അള്ളാഹു. ഈ നാമം സഹോദരങ്ങളെ, അൽ മലിക് എന്ന അള്ളാഹുവിന്റെ ഈ നാമം പരിശുദ്ധ ഖുർആനിൽ 5 തവണ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നാമം 5 തവണ വന്നിട്ടുള്ളതായി കാണാൻ കഴിയും. അള്ളാഹുവിന് അൽ മലിക് എന്ന നാമം പരിശുദ്ധ ഖുർആനിന് പുറമെ ഹദീസുകളിലും വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അള്ളാഹു എല്ലാ രാവുകളിലും രാവിന്റെ ആദ്യത്തെ 3 പോകുന്ന വേളയിൽ എപ്പോൾ രാവിന്റെ, അതായത് ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ആ സമയം അള്ളാഹു ഇറങ്ങി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഫയഖൂലു, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയും, അനൽ മലികു അനൽ മലിക്, ഞാനാകുന്നു അൽ മലിക്, ഞാനാകുന്നു അൽ മലിക് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയും. എന്നിട്ട് അള്ളാഹു പറയും, മൻ ദല്ലദീ യദ്ഊനി ഫഅസ്തജീബ ലഹു, ആരാണ് എന്നോട് ദുആ ചെയ്യുന്നത് ഞാൻ അവന് ഉത്തരമേകും. മൻ ദല്ലദീ യസ്അലുനി ഫഉതിയഹു, ആരാണ് എന്നോട് യാചിക്കുന്നത് ഞാൻ അവന് നൽകും. മൻ ദല്ലദീ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു, ആരാണ് എന്നോട് പാപമോചനത്തിന് തേടുന്നത് ഞാൻ അവന് പുറത്തു നൽകും. ഫലാ യസാലു കദാലിക ഹത്താ യുഗിയൽ ഫജ്ർ, ഫജ്ർ വെളിച്ചം പരത്തുന്നത് വരെ അവൻ അപ്രകാരമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാം. ഇവിടെ നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല ഞാനാണ് അൽ മലിക്, ഞാനാണ് അൽ മലിക് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയും. എല്ലാ രാവുകളിലും രാവിന്റെ ആദ്യത്തെ 3 പോകുന്ന വേളയിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുമെന്നാണ്. ഇവിടെ അള്ളാഹുവിന്റെ നുസൂല്, അള്ളാഹുവിന്റെ ഇറക്കം, ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും അള്ളാഹുവിന് സ്ഥിരപ്പെടുത്തിയ ചില വിശേഷണങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവും റസൂലും നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങളുണ്ട്. ആ അറിയിച്ചു തന്ന കാര്യങ്ങൾ ഒരു മാറ്റത്തിരുത്തലുമില്ലാതെ, ഒരു നിഷേധവുമില്ലാതെ, ഒരു രൂപപ്പെടുത്തലുമില്ലാതെ
അതുപോലെ തന്നെ ഒരു സാദൃശ്യപ്പെടുത്തലുമില്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വസിക്കൽ അത് നിർബന്ധ ബാധ്യതയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയാണ്, വിശ്വാസമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് അത് എങ്ങനെയാണ് അത് ഇറങ്ങുന്നത്? ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ സഹോദരങ്ങളെ നമ്മളുടെ മനസ്സുകളിൽ രൂപപ്പെടുത്തുവാൻ അത് പാടുള്ളതല്ല. അങ്ങനെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ട് എങ്കിൽ അതിനെ തൊട്ട് തടയേണ്ടതാണ് എന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് വളരെ ഗൗരവപൂർവ്വം താക്കീത് നൽകിയ ഒരു വിഷയമാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളുടെ രൂപം എങ്ങനെയായിരിക്കുമെന്നതിനെ തൊട്ട് നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല. നമ്മളുടെ മനസ്സിലേക്ക് ആ രൂപത്തിലുള്ള ചിന്തയെ കൊണ്ടുവരാൻ പാടുള്ളതല്ല എന്നും പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഈ രൂപത്തിലാണ് നമ്മൾ നമ്മളുടെ വിശ്വാസത്തെ ക്രമീകരിക്കുന്നത് എങ്കിൽ നമ്മളുടെ വിശ്വാസം ഒരിക്കലും തന്നെ അത് പാഴായി പോവുകയില്ല, അത് സുരക്ഷിതമായിരിക്കുമെന്ന് പണ്ഡിതന്മാർ ഉണർത്തുകയാണ്. കാരണം എന്താണ്? ഈ രൂപത്തിലായിരുന്നു സഹോദരങ്ങളെ പൂർവസൂരികളായ സ്വഹാബികളുടെ വിശ്വാസം. അതുപോലെ തന്നെ സ്വഹാബികളിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങളുടെയും അവരിൽ നിന്ന് ദീൻ പഠിച്ച തബഉ താബിഈങ്ങളുടെയും വിശ്വാസം ആ രൂപത്തിലായിരുന്നു എന്നുള്ളത് നമ്മൾ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ നുസൂൽ, അള്ളാഹു എങ്ങനെയാണ് ഇറങ്ങുക എന്നത് മനസ്സിലാക്കുവാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിയുകയില്ല സഹോദരങ്ങളെ. അതിനെ സംബന്ധിച്ച് നമുക്കതിനെക്കുറിച്ചുള്ള അറിവ് നമുക്കില്ല. അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്ന് നാം അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമുകൾ. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നത് നാം കേൾക്കുകയും അതിൽ വിശ്വസിക്കുകയും അത് നാം പിന്തുടരുകയും അത് നമ്മൾ അനുസരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട നിലപാട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വേദപുരോഹിതൻ വരികയാണ്. എന്നിട്ട് ആ വന്ന വേദപുരോഹിതൻ പറഞ്ഞു, മുഹമ്മദ്, നിശ്ചയം അള്ളാഹു ആകാശങ്ങളെ ഒരു വിരലിലും ഭൂലോകങ്ങളെ ഒരു വിരലിലും വൃക്ഷങ്ങളെ ഒരു വിരലിലും വെള്ളത്തെ ഒരു വിരലിലും മണ്ണിനെ ഒരു വിരലിലും ഇതര സൃഷ്ടികളെ ഒരു വിരലിലും ആക്കും എന്ന്. ഫയഖൂലു, എന്നിട്ട് അള്ളാഹു പറയും, അനൽ മലിക്, ഞാനാകുന്നു രാജാവ്, ഞാനാകുന്നു മലിക് എന്ന് അള്ളാഹു പറയുമെന്ന് ആ വേദപുരോഹിതൻ പറയുകയാണ്. ആ സമയം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്? ഫളഹിക്കൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചു എന്നാണ്. ഹത്താ ബദത്ന വാജിദുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അണപ്പല്ലുകൾ വെളിപ്പെടുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചു. തസ്ദീഖൻ ലിഖൗലിൽ ഖബർ സുമ്മ ഖറഹ, ആ വേദപുരോഹിതന്റെ വാക്കുകളെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചിരിച്ചത് എന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി പറയുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുകയാണ്. ഈ സംഭവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലെ ഒരു ആയത്ത് ഓതി, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി വൽ അർദു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ, അല്ലാഹുവെ കണക്കാക്കേണ്ട നിലയിൽ അവർ കണക്കാക്കിയിട്ടില്ല. ഉയർത്തിയെഴുന്നേൽപ്പിന്റെ നാളിൽ ഭൂമി മുഴുവൻ അവന്റെ ഒരു പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കുമെന്ന് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആയത്ത് ഓതുകയാണ്. ഇത് ഇമാം ബുഖാരിയും അതുപോലെ തന്നെ ഇമാം മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തിയ ഹദീസിൽ സഹോദരങ്ങളെ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അനൽ മലിക്, ഞാനാകുന്നു രാജാവ് എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ വളരെ ഗൗരവപൂർവ്വം നമ്മൾ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട വിഷയം തന്നെയാണ് അള്ളാഹുവിന്റെ വിശേഷണം എന്ന് പറയുന്നത്, സ്രഷ്ടാവിന്റെ വിശേഷണം എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ സൃഷ്ടികളുടെ വിശേഷണം പോലെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുവാൻ പാടുള്ളതല്ല സഹോദരങ്ങളെ. ആ രൂപത്തിൽ നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ആ രൂപത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് വഴിവിളച്ചു പോകുമെന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ മുഖവിലക്കെടുക്കണം. കാരണം സൃഷ്ടാവിന്റെ വിശേഷണം ഒരിക്കലും തന്നെ സൃഷ്ടികളുടെ വിശേഷണത്തോട് സാദൃശ്യപ്പെടുത്തുവാൻ പാടുള്ളതല്ല എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവന് തുല്യമായി യാതൊന്നുമില്ല എന്ന് സൂറത്തു ശൂറായിലെ 11-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ നാമത്തിലും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിശേഷണത്തിലും നമ്മൾ ഈ വിഷയങ്ങൾ, ഇത്തരം ഹദീസുകളും ഇത്തരം ഖുർആനിന്റെ ആയത്തുകളും ഒക്കെ നമ്മൾ കാണുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ അത് ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാമത്തിലും വിശേഷണത്തിലും യോജിക്കുന്ന രണ്ട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരുപോലെ ആയിരിക്കണമെന്നില്ല എന്ന് ഇതറിയപ്പെടുന്ന തത്വമാണ് സഹോദരങ്ങളെ. ഒരു നാമത്തിലും ആ നാമത്തിലും അതുപോലെ തന്നെ ആ നാമത്തിൽ അടങ്ങിയിട്ടുള്ള വിശേഷണത്തിലും
അത് യോജിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഈ നാമത്തിലും വിശേഷണത്തിലും യോജിക്കും. പക്ഷേ രണ്ട് കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഒരുപോലെ ആയിരിക്കണമെന്നില്ല എന്നുള്ള തത്വം അതറിയപ്പെട്ടതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുഖമുള്ളവനാണ് മനുഷ്യൻ, അല്ലേ? അതുപോലെ തന്നെ ആനക്കും മുഖമുണ്ട്. ഈ മുഖമെന്നുള്ള ആ ഒരു നാമം, ആ ഒരു പേര്, അത് ആ പേര് കൊണ്ട് യോജിക്കുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, മനുഷ്യന്റെ മുഖവും ആനയുടെ മുഖവും ഒരുപോലെയാണോ? അല്ല എന്നുള്ളത് എല്ലാ ആളുകളും സമ്മതിക്കുമെന്നർത്ഥം. അതുപോലെ തന്നെ ഒട്ടകത്തെ സംബന്ധിച്ച് ഒട്ടകത്തിന് കൈയുണ്ട്, ചെറിയ ഉറുമ്പിനും കൈയുണ്ട്. എന്നാൽ ഈ രണ്ട് കൈകളും ഒരുപോലെയാണോ? അല്ല എന്നുള്ളതാണ്. പക്ഷേ രണ്ടിനും കൈ എന്നാണ് നാമം കൊണ്ട് നമ്മൾ പറയാറ്. ഈ രൂപത്തിൽ സഹോദരങ്ങളെ, നമ്മൾ ഓരോ വിഷയം മനസ്സിലാക്കുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുമ്പോൾ അള്ളാഹുവിന്റെ വിശേഷണം എന്ന് പറയുന്നത് അത് സൃഷ്ടികളുടെ വിശേഷണത്തോട് ഒരു വിധത്തിലും സാദൃശ്യപ്പെടുത്തുവാൻ പാടുള്ളതല്ല എന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വളരെ ഗൗരവപൂർവ്വം നമ്മളെ അറിയിക്കുകയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന് കൈയുണ്ട്. ആ കൈ ഒരു വിധത്തിലും തന്നെ സൃഷ്ടികളുടെ കൈയിനോട് സാദൃശ്യപ്പെടുത്തുവാൻ പാടുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെയാണ് പറയുന്നത്. സൂറത്തു സുമറിലെ 67-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി വൽ അർദു ജമീഅൻ ഖബ്റതുഹു യൗമൽ ഖിയാമത്തി വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി. അല്ലാഹുവെ കണക്കാക്കേണ്ട നിലയിൽ അവർ കണക്കാക്കിയിട്ടില്ല. ഉയർത്തിയെഴുന്നേൽപ്പിന്റെ നാളിൽ ഭൂമി മുഴുവൻ അവന്റെ ഒരു പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കും. ആകാശങ്ങൾ അവന്റെ വലത് കൈയിൽ ചുരുട്ടിപ്പിടിക്കപ്പെട്ടവയായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്. അതുപോലെ തന്നെ ആകാശത്തെ ചുരുട്ടുന്നതിനെ സംബന്ധിച്ച് സൂറത്ത് അംബിയായിലെ 104-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്, യൗമ നത്വിസ് സമാഅ കതയ്യി സിജ്നി ലിൽ ഖുതുബി. ഗ്രന്ഥങ്ങളുടെ ഏടുകൾ ചുരുട്ടിക്കളയുന്ന പ്രകാരം ആകാശത്തെ നാം ചുരുട്ടുന്ന ദിവസമാണ് അത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാ. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭൂമിയെ മുഴുവൻ ഒരു പിടിയിൽ ഒതുക്കുവാനും ആകാശങ്ങളെ മുഴുവൻ ചുരുട്ടിപ്പിടിക്കുവാനും സാധിക്കുന്നവർ സൃഷ്ടികളിൽ ആരെങ്കിലും ഉണ്ടോ സഹോദരങ്ങളെ? ഏതെങ്കിലും ആളുകൾക്ക് കഴിയുന്ന ഒരു വിഷയമാണോ ഇത്? ഭൂമിയെ മുഴുവൻ ചുരുട്ടിപ്പിടിക്കുന്ന രൂപത്തിൽ, ആകാശങ്ങളെ മുഴുവൻ ചുരുട്ടിപ്പിടിക്കുന്ന, ഭൂമിയെ ഒരു പിടിയിൽ ഒതുക്കുന്ന, ഇങ്ങനെ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്രഷ്ടാവ്, നമ്മുടെ റബ്ബ്, ഒരിക്കലും തന്നെ അവന്റെ ദാത്തില്, അതായത് സത്തയില്, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ വിശേഷണത്തിലോ ഒരിക്കലും സൃഷ്ടികളോട് സാദൃശ്യമുള്ളവനല്ല എന്ന് നമ്മൾ അടിയുറച്ച് നമ്മൾ വിശ്വസിക്കണം. അത് നമ്മളുടെ ബാധ്യതയാണ്. നമ്മളുടെ മുമ്പിലുള്ള സ്കെയിൽ എന്താണ്? അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അവന് തുല്യമായി യാതൊന്നുമില്ല, അവനെല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ് എന്ന് സൂറത്തു ശൂറായിലെ 11-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്. നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലാഹു കേൾക്കുന്നുണ്ട്, അല്ലാഹു കാണുന്നു, നമ്മളും കാണുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നമ്മളുടെ കാഴ്ച പോലെയല്ല അല്ലാഹുവിന്റെ കാഴ്ച, നമ്മളുടെ കേൾവി പോലെയല്ല അല്ലാഹുവിന്റെ കേൾവി. അല്ലാഹുവിനെ പോലെ തുല്യമായി യാതൊന്നുമില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ പാടുള്ളതല്ല. അള്ളാഹുവിന്റെ കേൾവി എങ്ങനെയാണ് എന്ന് നമുക്കറിയുകയില്ല, അള്ളാഹുവിന്റെ കാഴ്ച എങ്ങനെയാണ് എന്ന് നമുക്കറിയുകയില്ല. അത് ചോദിക്കാൻ പോലും പാടുള്ളതല്ല. മറിച്ച് അള്ളാഹുവിനെ പോലെ അവന് തുല്യമായി യാതൊന്നുമില്ല എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. വലം യകുല്ലഹു കുഫുവൻ അഹദ്. അവന് തുല്യനായി ആരും തന്നെയില്ല എന്ന് സൂറത്ത് ഇഖ്ലാസിലെ 4-ാമത്തെ ആയത്താണ് സഹോദരങ്ങളെ. ആയതിനാൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ ഒരിക്കലും തന്നെ നമ്മൾ രൂപപ്പെടുത്തി സംസാരിക്കുവാനോ അതല്ലെങ്കിൽ സൃഷ്ടികളെ പോലെയാണ് എന്ന് പറയുവാനോ പാടില്ല എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹു ആകാശങ്ങളെ അന്ത്യനാളിൽ ചുരുട്ടും, പിന്നീട് തന്റെ വലത് കൈകൊണ്ട് അവയെ എടുക്കും. ശേഷം പറയും, അനൽ മലിക് ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ. ഞാനാണ് രാജാവ്, സ്വാച്ഛാധിപതികൾ എവിടെ, അഹങ്കാരികൾ എവിടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. എന്നിട്ട് പിന്നീട് 7 ഭൂമികളെയും ചുരുട്ടും, അവയെ തന്റെ ഇടതു കൈയിൽ എടുക്കും. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അനൽ മലിക്, ഞാനാണ് രാജാവ്, ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ. സ്വാച്ഛാധിപതികൾ എവിടെ, അഹങ്കാരികൾ എവിടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവാണ് പറയുന്നത് അനൽ മലിക്, ഞാനാണ് മലിക്, ഞാനാണ് രാജാവ് എന്ന്. ഈ ഭൂമിയിൽ അഹങ്കാരം നടിക്കുന്ന എത്ര വലിയ രാജാവായാലും അവർ നിസ്സാരന്മാരാണ് അല്ലാഹുവിന്റെ മുമ്പിൽ. എത്ര വലിയ സ്വാച്ഛാധിപതികളായാലും അവർ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു നാൾ വന്ന് നിൽക്കേണ്ടി വരും. സഹോദരങ്ങളെ, അവരുടെ രാജാധിപത്യവും സ്വാച്ഛാധിപത്യവും കേവലം അല്ലാഹു ഭൂമിയിൽ ഒരു പരീക്ഷണം എന്ന നിലക്ക് നൽകിയ ഒരു
സ്ഥാനമാനങ്ങളാണ്. അതല്ലാതെ എന്ന് നിലനിൽക്കുന്ന ഒരു രാജാവിന്റെ ഔന്നത്യമൊന്നും ഇത്തരം സ്ഥാനങ്ങളിൽ ഒരിക്കലും ലഭിക്കുകയില്ല സഹോദരങ്ങളെ. അങ്ങനെ എന്ന് നിലനിൽക്കുന്ന യഥാർത്ഥ ഔന്നത്യമുള്ള രാജാവ് അത് അല്ലാഹു മാത്രമാണ്. അല്ലാഹുവാണ് അൽ മലിക്. ഫതഅലല്ലാഹുൽ മലികുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം. എന്നാൽ യഥാർത്ഥ രാജാവായ അല്ലാഹു ഉന്നതനായിരിക്കുന്നു, അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല, മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ് അവനെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിലെ 116-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ യഥാർത്ഥ രാജാവ് അൽ മലിക് എന്ന് പറയുന്നത് അത് അള്ളാഹുവാണ് എന്ന് അർത്ഥം. ആ അള്ളാഹുവാണ് പ്രതിഫല ദിവസത്തിന്റെ രാജാവ്, മലിക് യൗമിദ്ദീൻ. പ്രതിഫല ദിവസത്തിന്റെ രാജാവ് അൽ മലിക്ക അള്ളാഹുവാണ് എന്നുള്ളത് ഈ ആശയം അറിയിക്കുന്നത് സഹോദരങ്ങളെ. ഇതാണ് പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ അള്ളാഹുവിന്റെ കൃത്യങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഉടമസ്ഥതയിൽ ശാസനാധികാരമുള്ളവൻ. അതുപോലെ തന്നെ തന്റെ പടപ്പുകളെ കൽപ്പിക്കുവാനും വിരോധിക്കുവാനും കൈകാര്യകർത്തൃത്വം നിർവഹിക്കുവാനും ഒക്കെയായ അൽ മലിക് അത് അള്ളാഹു മാത്രമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. ഇതാണ് അൽ മലിക് എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാവരും പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.